ഇപ്പൊ മിസ് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഉണ്ടാവുക അല്ലെ? അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഏത് തരത്തിലായിരിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ചെറിയൊരു രൂപത്തിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം എന്നുള്ളതാണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ. യെസ്, ആദ്യം തന്നെ മിസ് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് സുഭാഷിതങ്ങൾ കൊടുക്കും. അതിൽ നിന്ന് അവര് ക്വസ്റ്റ്യനിൽ പറയുന്ന അതേ പാറ്റേണിലുള്ള അതേ ആശയം വരുന്ന സുഭാഷിതം എടുത്തെഴുതാൻ വരും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് മക്കളെ എഴുതുക? അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എഴുതേണ്ട ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ആശയങ്ങളിലുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന സുഭാഷിതങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൽ തന്നെ ആൻസർ ഉണ്ടാവും. ഓക്കെ, ഒന്ന് അങ്ങനെ. രണ്ടാമത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് വായിച്ചു നോക്കുക, എന്നിട്ട് വേണ്ട നിങ്ങൾ എഴുതാൻ. നമുക്കിവിടെ മിസ് കുറച്ച് ആശയങ്ങളും അതിന് സുഭാഷിതങ്ങളും കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. യേ പരോക്ഷേ കാര്യഹന്താരഃ പ്രത്യക്ഷേ പ്രിയവാദിനഃ താൻ ജനാൻ വർജയേത്. അല്ലെ? അപ്പം അതിന്റെ സുഭാഷിതം എന്താണ്? നമ്മൾ ഇന്നലെ കഴിഞ്ഞ ലൈവിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേത് താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. അല്ലെ? യെസ്. അടുത്തത് നോക്കാം. നേത്രയോഹോ പക്ഷ്മണി ഇവ അവിചാര്യ യഹ പ്രിയം കരോതി സഹ മിത്രം ഭവതി. എന്താണ് പറയുന്നത്? നേത്രയോഹോ പക്ഷ്മണി, അല്ലെ? കണ്ണിന് കൺപോള പോലെ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ശ്ലോകമാണ്, ആ ഒരു സുഭാഷിതമാണ് പറഞ്ഞിട്ടുള്ളത്. കരാവിവ ശരീരസ്യ നേത്രയോരിവ പക്ഷ്മണി അവിചാര്യ പ്രിയം കുര്യാ തൻ മിത്രം മിത്രമുച്യതേ. മനസ്സിലാവുന്നുണ്ടോ? യെസ്. എന്താണ്? യസ്യ മിത്രേണ സംഭാഷ യസ്യ മിത്രേണ സംസ്ഥിതിഃ മിത്രേണ സഹയോ ഭുങ്ക്തേ തതോ നാസ്തിഹ പുണ്യവാൻ. ഇതുപോലെ ആശയയുക്തമായിട്ടുള്ള കാര്യങ്ങള് തന്നിട്ട് അതിന്റെ സുഭാഷിതം എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിൽ പ്രതീക്ഷിക്കാം. യെസ്. അടുത്തതായിട്ട് ഉചിതം ആശയം സ്വീകൃത്യ പേടികാം പൂരയിതു. ആശയങ്ങള് അവിടെ ഒരുപാട് ആശയങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആശയങ്ങൾ വരുന്നത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പേടിക, പേടിക എന്ന് പറയുന്നത് എന്താണ്? കോളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തന്നിരിക്കുന്ന കോളം ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ആരോഗ്യായ എന്തൊക്കെ ആവശ്യമുണ്ട്? ശുദ്ധജലം, വ്യായാമം, മിതം ഭക്ഷണം, സ്നാനം, ക്രീഡ, ശുചിത്വം. അല്ലെ? അവിടെ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങളൊന്ന് വായിക്കാം. ശുചിത്വം, അമിതം ഭക്ഷണം, ക്രീഡ, ആലസ്യം. ആലസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മടിയാണ് കേട്ടോ, മടി. ശുദ്ധജലം, സ്നാനം, മലിനജലം, മിതം ഭക്ഷണം, മലിനവായു, വ്യായാമം. അപ്പൊ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? അപ്പൊ അത് രണ്ട് കോളത്തിലാക്കി നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തതില് ഉചിതമായത്, ആരോഗ്യത്തിന് ഉചിതമായത്, അനിവാര്യമായത് അല്ലെങ്കിൽ ആവശ്യമുള്ളത് എന്തൊക്കെയാണ്, അനുചിതം ഉചിതമല്ലാത്തത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പട്ടികപ്പെടുത്തേണ്ടത്. ശുചിത്വം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വേണം അല്ലെ? അതുപോലെ ക്രീഡ, ക്രീഡ എന്ന് പറഞ്ഞാൽ എന്താണ്? കളിയാണ് കേട്ടോ, കളി. അതുപോലെ ശുദ്ധജലം, ശുദ്ധജലം നമുക്ക് വേണം. സ്നാനം വേണം, കുളി വേണം. അതുപോലെ മിതം ഭക്ഷണം, ഓവറായിട്ട് ഫുഡ് കഴിക്കാൻ പാടില്ല അല്ലെ? അമിതമായിട്ട് കഴിക്കാൻ പാടില്ല. ഇപ്പൊ മിതമായിരിക്കണം. അതുപോലെ വ്യായാമം ചെയ്യണം. പിന്നെ മലിനവായു എന്ന് പറയുന്നത് ഉചിതമല്ല. നമ്മുടെ ആരോഗ്യത്തിന് മോശം വെള്ളം കുടിക്കുന്നത് ഉചിതമാണോ? അല്ല അല്ലെ? മോശം വെള്ളം എന്ന് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു പദം യൂസ് ചെയ്യുമ്പോൾ തന്നെ മക്കൾ ആലോചിക്കുക, മലിനമായ പുഴയിൽ നിന്ന് എടുത്ത വെള്ളം മാത്രമല്ല മോശമായ വെള്ളം എന്ന് പറയുന്നത്. നമ്മള് കൂടുതലായിട്ട് കുടിക്കുന്ന കളർ വെള്ളം അഥവാ പെപ്സി, 7up ഇതിലൊക്കെ ഒരുപാട് കൃത്രിമ രാസപദാർത്ഥങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ ഈ മലിന വെള്ളത്തിൽ തന്നെയാണ് പെടുക കേട്ടോ. ഇനി അടുത്തത് മലിനവായു, മലിനജലം, ആലസ്യം, അതുപോലെ അമിതം ഭക്ഷണം. ആലസ്യം എന്ന് പറഞ്ഞാല് എന്താണ്? ആലസ്യം എന്ന് പറയുന്നത് മടിയാണ്. യെസ്. നിങ്ങൾക്ക് എങ്ങനെ തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫോട്ടോസ് തന്നിട്ട് ഇവരാരൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ എന്ത് ചെയ്യണം? അത് കൃത്യമായി പഠിച്ചു വെക്കണം. ആരൊക്കെ ഫോട്ടോസ് ആണ്? നമുക്കറിയാം മഹാത്മാഗാന്ധി അല്ലെ? മഹാത്മാഗാന്ധിയെ നമുക്കറിയാം. പിന്നെ ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ഗുരുവിനെ നമുക്കറിയാം. അടുത്ത ആളാണ് രാജാറാം മോഹൻ റോയ് കേട്ടോ. രാജാറാം
മോഹൻ റോയ്. അടുത്തയാൾ ആരാണ്? മദർ തെരേസ. മദർ തെരേസ. പിന്നെ സ്വാമി വിവേകാനന്ദൻ. മനസ്സിലായല്ലോ? സ്വാമി വിവേകാനന്ദൻ. ഇത്രയും പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ മറ്റൊരു ചോദ്യം, മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് മാച്ച് ദ ഫോളോയിങ്. നിങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു, അതേ പ്രവർത്തനം തന്നെയാണ്. ഒന്ന് നോക്കിയാലോ? യെസ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഏത് കളിയുമായിട്ട്, ഏത് സ്പർദ്ധയുമായിട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അറിയപ്പെടുന്നത്? ഏതാണ് മക്കളെ? നമുക്കറിയാം അല്ലെ? ഫുട്ബോൾ ആണ്. ഫുട്ബോൾ ആണ്. അടുത്തത് പി വി സിന്ധു. പി വി സിന്ധു ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെടുന്നത്? നമ്മുടെ ബാഡ്മിന്റൺ ആണ്. ബാഡ്മിന്റൺ. ഓക്കെ, പി വി സിന്ധു ബാഡ്മിന്റൺ ആണ്. ഇനി അടുത്തത് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. ക്രിക്കറ്റുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ബന്ധം അല്ലെ? യെസ്. ഇനി അടുത്തത് ടോം ജോസ് എന്ന് പറയുന്നത്. ടോം ജോസ് ഒരു വോളിബോൾ പ്ലെയർ ആണ് കേട്ടോ. ഇപ്പൊ ടോം ജോസ് എന്ന് പറയുന്നത് വോളിബോളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണുള്ളത്. ഇനി മാനുവൽ ഫെഡറിക് എന്ന് പറയുന്ന ആള് ഹോക്കിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. മനസ്സിലായല്ലോ? മാനുവൽ ഫെഡറിക് എന്ന് പറയുന്ന ആള് ഹോക്കിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്ന ഒരു പാറ്റേൺ, ക്വസ്റ്റ്യനിലേക്ക് വരുന്ന ഒരു പാറ്റേൺ എന്ന് പറയാൻ വേണ്ടി. ഓക്കെ, ബൈ.